5 വർഷം നീളുന്ന ഭരണത്തിന് അധികാരമേൽക്കുന്ന സമയത്ത് തന്നെ പാർട്ടികൾ ഭരണകാലത്തിന്റെ ഒരു ഗതി നിർണ്ണയിക്കാറുണ്ട്. ജനപ്രിയ ബജറ്റ്, ജനകീയ പദ്ധതികളുടെ പ്രഖ്യാപനം, റോഡ്, കലുങ്ക് തുടങ്ങിയവയുടെ ഉദ്ഘാടനം തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലും അവസാന വർഷത്തിൽ നടത്താനായി ആദ്യമേ മാറ്റിവെക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടി അവിടെയും വ്യത്യസ്തരാണ്. ഏറ്റവും വലിയ അഴിമതികൾ, ഏറ്റവും വലിയ ഗ്രൂപ്പ് പോര്, ഏറ്റവും കൂടിയ വിഴുപ്പലക്കൾ എന്നിവയൊക്കെയാണ് അവർ ഭരണത്തിന്റെ ഏറ്റവും അവസാനത്തെ വർഷത്തേക്ക് മാറ്റിവെക്കാറ്. തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വോട്ടർമാരെ ഒരുപാട് പിന്നിലേക്ക് പോയി ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടിക്കരുത് എന്നതാണ് പാർട്ടി നയം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്കൊപ്പം മേൽപ്പറഞ്ഞ നയവും നടപ്പാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. തിരുവാതിരവായും ആരംഭിക്കുകയാണ്. സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കുറച്ചു കാലമായി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ടെങ്കിലും ഒരു ഒച്ചയുമനക്കവും ആരും കേൾക്കാതായിട്ട് കാലം കുറച്ചായി. അഴിമതി ആരോപണങ്ങൾ അലങ്കാരമാക്കി ഒരു എ ഗ്രൂപ്പ് മുഖ്യമന്ത്രി കാലം ഇത്രയും ഭരിച്ചിട്ടും ഐ ഗ്രൂപ്പുകാർ ഒരു പ്രതിഷേധം ആത്മഗതമായി പോലും രേഖപ്പെടുത്തിയിട്ടില്ല. പൂജയും തേവാരവും മുടങ്ങിയ കോൺഗ്രസ് ക്ഷേത്രം ഒരു തുടക്കത്തിനായി കാത്തിരിക്കുകയായിരുന്നു. നിത്യപൂജയും തേവാരവും ഇല്ലാത്ത പൊളിഞ്ഞ അമ്പലം, ആളും കൂട്ടവും ഇല്ലാത്ത കോലവും. ഈ പൂജയോ ഉത്സവം മുടങ്ങിക്കിടക്കുന്ന അമ്പലം കാണുമ്പോൾ പലരും പിന്നോക്കം വെക്കുക. UDF നേതൃത്വപരമായി പങ്കെടുക്കില്ല. ആ ഒരു ഘട്ടം കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനിപ്പോൾ ഇവിടുന്ന് സജീവമായി ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. പക്ഷെ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയാറുണ്ട്. അല്ല, ഞാൻ നിരന്തരമായി ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെട്ട് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതാണല്ല. ഇക്കുറിയെങ്കിലും ഉത്സവം നടത്താൻ സഹകരിക്കണമെന്ന് ആകപ്പാട് ഒരു നാഥനില്ലായ്മ. തമ്പുരാനൊന്ന് മനസ്സ് വെച്ച ഒരു പരിഹാരമായി. കാരണം ഞാനിപ്പോൾ എൻ്റെ പ്രവർത്തനം ഡൽഹിയാണ്. ഇവിടെയുള്ള സഹപ്രവർത്തകരുമായിട്ട് സഹകരിക്കുക, അവർക്ക് ആവശ്യമായ സഹായം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം അവർ ചോദിച്ചാൽ അവരോട് സ്വകാര്യമായി എൻ്റെ അഭിപ്രായം പറയുക എന്നുള്ളതല്ലാതെ. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ഡൽഹിയിൽ രാഷ്ട്രീയ അഭയം തേടിയ കാലം മുതൽ AK ആന്റണി ആവർത്തിക്കുന്ന പല്ലവിയാണിത്. ആന്റണി ഇനി കേരളത്തിലേക്ക് മടങ്ങി വരില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹത്തെ ആൾദൈവമാക്കി വാഴ്ത്തുകയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസുകാർ. ജീവിച്ചിരിക്കുന്ന കാരണത്താൽ പ്രതിമ പണിതില്ല എന്നേ ഉള്ളൂ. മൗനകലയുടെ ആചാര്യൻ എന്തെങ്കിലും പറയുമെന്ന് ആരും കരുതിയതേയില്ല. തകർന്ന് അടിത്തറയെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ ഇനി AK ആന്റണി ഇമ്മീഡിയറ്റായിട്ട് ഇടപെട്ട് പ്രതിച്ഛായ മാറ്റം, പ്രതിച്ഛായ ചർച്ച ആരംഭിക്കണം. എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കട്ടെ. അതാണ് എൻ്റെ ആഗ്രഹം. നീ എന്താണ് ഇങ്ങനെ നിർവികാരയായിരിക്കുന്നത്? നീയൊട്ടും വിയർക്കുന്ന പോലുമില്ലല്ലോ. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാര്, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥര്, ക്രിമിനൽസ്, ഈ 3 പേരും കൂടെ ഒരു കൂട്ടുകെട്ടിലാണ്. എൻ്റെ സുഹൃത്തിൻ്റെ പുറം ചൊറിഞ്ഞു കൊടുത്താൽ അയാൾ എൻ്റെ പുറം ചൊറിയുന്ന ഒരു സംവിധാനം. നമുക്ക് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകാമെന്ന ആ ഒരു പ്രതിഭാസം, അതിനും ഒരു മാറ്റം വരേണ്ടതുണ്ട്. ഒരു നെടുവീർപ്പെങ്കിലും അയച്ച് ഈ നിർവികാരത നീ ഭഞ്ജിക്കുക. ഈ വരണ്ട മൗനത്തിന്റെ മേൽ ഒന്ന് വിയർക്കുക. ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ നേരിട്ടൊരു മന്ത്രിസഭ ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടില്ല. ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭ പോലെ ജനങ്ങളിൽ ഒരു ഇംപ്രഷൻ, വേണ്ടാത്തൊരു ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു ധാരണയുണ്ടായിട്ടുണ്ട്. എവിടെയോ എന്തോ അഴിമതികളൊക്കെ നടക്കുന്നു. അല്ലെങ്കിലുണ്ടോ മന്ത്രിമാർക്കെതിരായിട്ട് മന്ത്രിസഭ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് കൊടുക്കുന്നു. അതൊന്നും പാടുള്ളതല്ല. അവിടെയൊക്കെ ശുദ്ധീകരണം നടക്കണം. എന്തെങ്കിലും എപ്പോഴെങ്കിലും സംഭവിച്ചേക്കും. അതുകൊണ്ട് നമുക്ക് അന്യോന്യം ഉരിയാടുകയെങ്കിലും ചെയ്യാം. എല്ലാ രംഗത്തും അഴിമതിയാണല്ലോ. കേരളത്തിൽ ആകെ നിലനിൽക്കുന്നത് ഒരു അഴിമതി മാത്രമാണിപ്പോൾ. ഫലത്തിൽ സർക്കാർ തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ. നമുക്ക് ചിരിക്കാം, അല്ലെങ്കിൽ കരയാം, അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത വാക്കുകളെങ്കിലും കൈമാറാം. ഇന്ന് പൊതുവെ പല തലങ്ങളിലും അഴിമതി വർദ്ധിക്കുന്നു എന്ന വിമർശനം ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അഴിമതി വർദ്ധിക്കുന്നു. പല പൊതുകാര്യങ്ങൾക്കും NOC കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റ് അനുവാദം നൽകുന്നതിലോ അതുപോലുള്ള കാര്യങ്ങളുമായി വരുമ്പോൾ അവിടെയൊക്കെ അഴിമതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരുന്നു. അതുകൊണ്ട് നമുക്ക് വർത്തമാനം പറയാൻ ശ്രമിക്കാം. മൗനത്തിന്റെ കരിന്തോടുകൾ പൊട്ടിച്ച് പുറത്തിറങ്ങാം. നിർവികാരതയെ നിഷേധിക്കാം. AK ആന്റണി അങ്ങനെ ഇങ്ങനെയും ഒന്നും പറയില്ല. പറയുന്നത് തന്നെ മുഴുവൻ തിരിഞ്ഞെന്ന് വരില്ല. വല്ലപ്പോഴുമേ വല്ലതും വ്യക്തമായി പറയൂ. അത് ഒരു ഒന്നൊന്നര പറച്ചിലായിരിക്കും. മുമ്പ് കേരളത്തിൽ വികസനത്തിന് പറ്റിയ കാലാവസ്ഥയില്ലെന്ന് പറഞ്ഞ പോലെ ഒരു പറച്ചിൽ. കേരളത്തിലെ കോൺഗ്രസിലെ മുടങ്ങിയ ഗ്രൂപ്പ് പൂജകൾ വീണ്ടും തുടങ്ങാൻ ഒടുവിൽ അദ്ദേഹത്തിന് വരേണ്ടി വന്നു, പറയേണ്ടിയും വന്നു. എല്ലാവരും തന്നെ സംശുദ്ധമായിട്ടുള്ള
പ്രവർത്തനങ്ങളെക്കുറിച്ചും അഴിമതിരഹിതമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയെ ഉദ്ദേശിച്ച് പറയുകയല്ല. നാട്ടുകാരുടെ അനുഭവം അഴിമതി കുറയുകയല്ല, അല്പസ്വല്പം കൂടിക്കൊണ്ടിരിക്കുന്നു എല്ലാ മേഖലയിലും എന്നതാണ് സത്യം. വ്യവസായ ലോകത്ത് മുകേഷ് അംബാനിക്കുള്ള സ്ഥാനമാണ് ഇന്ത്യയിലെ ആദർശ ലോകത്ത് ആന്റണിക്കുള്ളത്. അഴിമതിയുടെ കാര്യത്തിൽ ആന്റണിയെ ഒരു കോൺഗ്രസുകാരനാക്കാൻ ആ പാർട്ടി കാലം ഇത്രയും ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം അഴിമതി ആരോപണങ്ങൾ കേട്ട UPA സർക്കാരിൽ 2ാം സ്ഥാനത്ത് ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഇരുന്ന ആളായിരുന്നു ആശാൻ എന്ന കാര്യമൊക്കെ പലരും സൗകര്യപൂർവ്വം മറന്നുകൊടുക്കും. അതുകൊണ്ട് അഴിമതിയുടെ പേരിൽ ആന്റണി തിരികൊളുത്തിയ പൂര വെടിക്കെട്ട് കേരള രാഷ്ട്രീയത്തിൽ കുളിര് വാരിയിടുക തന്നെ ചെയ്തു. ഒരു മേഖലയും ഒഴിച്ചു നിർത്താൻ സാധ്യമല്ല. സർക്കാർ മേഖലയിലെ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ ചിലർ ചിരിക്കും. ആ ചിരിക്കുന്നവരും മോശക്കാരല്ലെന്ന് എൻ്റെ അഭിപ്രായം. സർക്കാർ മേഖലയിലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ കോളേജിലെ അധ്യാപക നിയമനത്തിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും എന്ന് വേണ്ട ജീവിതത്തിലെ മിക്കവാറും മേഖലകളിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായത്തിൽ അഴിമതി കുറയുകയില്ല, കൂടിക്കൊണ്ടിരിക്കുക. ആന്റണിയുടെ കാലത്ത് അങ്ങനെ അഴിമതി നടന്നു ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. തെരുവിൽ നടത്തുന്ന ഈ ചർച്ച കൂരക്ക് തീ കൊളുത്തി ശൈത്യം അകറ്റാൻ ശ്രമിക്കുന്ന നടപടിക്ക് തുല്യമാണ്. അദ്ദേഹം പറഞ്ഞ രീതിയിലല്ല മാധ്യമം വന്നേക്കുന്നത്. അഴിമതി ഒന്നും തുടച്ചു നിൽക്കപ്പെട്ടിട്ടൊന്നുമില്ല. അഴിമതി സമൂഹത്തിലുണ്ട്, സമൂഹത്തിന്റെ ഭാഗമായി എല്ലായിടത്തും ഉണ്ടായിരിക്കും. അത് ഒരു ദിവസം കൊണ്ട് മാറാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഈ പാവപ്പെട്ട ഐ ഗ്രൂപ്പുകാരെ കുത്തി നോവിച്ച് ആ മാളത്തിലിരിക്കുന്ന ഐ ഗ്രൂപ്പുകാരെ പുറത്ത് ചാടിക്കുന്ന അവസ്ഥ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടാക്കിയത് നിർഭാഗ്യകരമാണ് എന്നാണ് എനിക്ക് തോന്നിപ്പിക്കുന്നത്. ഗ്രൂപ്പ് വഴക്ക് ഉത്സവത്തിൽ ഇത്തവണ താരമായത് VD സതീശനാണ്. സതീശൻ ഒരു മിടുക്കനാണെന്ന് മറ്റാരെക്കാളും സതീശന് തന്നെ അറിയാം എന്നതൊഴിച്ചാൽ ആളൊരു മിടുക്കൻ തന്നെയാണ്. തോമസ് ഐസക്കിനെ പോലുള്ളവരോട് ഏറ്റുമുട്ടി ശീലിച്ച കാരണം കൊടിക്കുന്നിൽ സുരേഷൊക്കെ സതീശന് ചെറിയ ഇലകളാണ്. VD സതീശൻ ഏറ്റവും വലിയൊരു അധികാരമോഹിയാണ്. ഈ അധികാരത്തോട് മോഹമുള്ള ആളാണ്. കാരണം ഇവരെയൊന്നും പോലെ സന്യാസിയല്ല. ഇത്തരം അധികാരത്തോട് വിരക്തിയുള്ള ഈ സന്യാസിമാരുടെ ഇടയിൽ ഒരു അധികാരത്തോട് മോഹമുള്ള ഒരാൾ വേണ്ടേ? നേതൃത്വ മാറ്റം ആവശ്യപ്പെടുന്ന സതീശന്റെ മനസ്സിലിരിപ്പ് മന്ത്രിസഭ പുനഃസംഘടനയിലൂടെ എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയാകുക എന്നുള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അധികാരത്തിന് വേണ്ടി ഞാനൊരു രേഖയും തിരുത്തിയിട്ടില്ല. അധികാരത്തിന് വേണ്ടി ഒരു സമുദായ നേതാക്കന്മാരുടെയോ രാഷ്ട്രീയ നേതാക്കന്മാരോടോ ചെന്ന് ചോദിച്ചിട്ടില്ല. മന്ത്രിയാകാൻ ഉമ്മൻചാണ്ടിയുടെയോ AK ആന്റണിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ അടുത്തുപോലും ഞാൻ പോയിട്ടില്ല, ഇനിയോട്ട് പോകത്തുമില്ല. നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാൻ ശ്രമിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ ഹരിത MLA-മാരുടെ ഗ്രൂപ്പുണ്ടാക്കി ഗവൺമെന്റിനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ച് മുന്നോട്ട് പോയ ആളാണ് ശ്രീ സതീശൻ. അവരുടെ ഈ പ്രായത്തിൽ അവരൊന്നും ചെയ്തത്രയൊന്നും കുഴപ്പം നമ്മളാരും ചെയ്തിട്ടില്ല, ചെയ്യുമില്ല. VD സതീശൻ കേരളത്തിലെ KPCC വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ്. 5 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ്. ഞാൻ കോൺഗ്രസിലെ അടുത്ത തലമുറയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. ഇപ്പോഴത്തെ അല്ലേ, അടുത്ത തലമുറയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ്. ഇവരെല്ലാവരും കൂടി ഇത് തൊലച്ചിട്ട് പോയാലേ ഈ പാർട്ടി ഉണ്ടാവില്ല. KPCC വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം KPCC പ്രസിഡന്റിനെതിരെ തുറന്ന വിമർശനങ്ങളും ആരോപണങ്ങളുമായി സതീശൻ രംഗത്ത് വന്നു. ശ്രീ കരുണാകരനെയും ശ്രീ AK ആന്റണിയുടെയും സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകളല്ലേ? അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ? അവർക്ക് പറയാൻ അവർക്ക് വേറെ ആരും ഒന്നും സംസാരിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്താ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ല. കൊടിക്കുന്നിൽ സുരേഷ് പണ്ട് മുതലേ ഒരു ഉമ്മൻചാണ്ടി വിരുദ്ധനാണ് അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ഉമ്മൻചാണ്ടിയെ എൻ്റെ ചെലവിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇറങ്ങിയിരിക്കുന്നത്. അത് വേണ്ട. മാത്രമല്ല സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന് പാർട്ടിയിലുള്ള പാരമ്പര്യം എല്ലാവർക്കും അറിയാം. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല, അത്ര ദീർഘകാലത്തെ പാരമ്പര്യമില്ല. കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഏതെങ്കിലും ഒരു ഭാരവാഹിയായിട്ടോ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഭാരവാഹിയായിട്ടോ ഒരു തലത്തിലും നേതൃത്വ രംഗത്ത് സതീശൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാനുണ്ടായിരുന്നു. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്താണെന്ന്. ദീർഘകാലത്തെ പാരമ്പര്യമൊന്നും അവകാശപ്പെടാറില്ല. സതീശനെ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനെ അവിടുന്ന് NSU സെക്രട്ടറിയായി MLA ആയി എന്നതൊഴിച്ചാൽ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥി യുവജന രംഗത്ത് വലിയ സംഭാവനയൊന്നും കേരളത്തിൽ VD സതീശൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വിമർശിക്കാൻ ഒരു പ്രായം വേണം. AK ആന്റണിയുടെ പ്രായമായാൽ മാത്രമേ ഒരു വിമർശനപൂർവ്വം സംസാരിക്കാൻ, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഏത് പ്രായത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്? അഴിമതിക്കെതിരെ സതീശൻ സംസാരിക്കുന്നു. പക്ഷേ അഴിമതിക്കെതിരെ സംസാരിക്കാൻ സതീശൻ എന്താണ് അവകാശം? ഒരു മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യത്തോടല്ലല്ലോ പ്രതികരിക്കുന്നത്. വാർത്ത പ്രാധാന്യം നേടുക,
മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് KPCC വൈസ് പ്രസിഡന്റായതിനു ശേഷം ശ്രീ VD സതീശൻ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും. അല്ല, ഇങ്ങനെ ആയിരുന്നു അവരൊക്കെ? എങ്ങനെയായിരുന്നോ? അവരൊക്കെ അതിന് വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ ഇതൊക്കെ പറഞ്ഞിരുന്നത്. പണ്ട് ഇതെല്ലാം പറഞ്ഞ ആളുകളാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. വളരെ സന്തോഷം. ഇതൊക്കെ കാണുമ്പോൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നും. നാട്ടിലെ വിഷമങ്ങൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. അന്യരാജ്യങ്ങളിൽ ചുറ്റിയടിക്കുക, സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുക, പഞ്ച് ഡയലോഗ് വെച്ച് പ്രസംഗിക്കുക, അതിൻ്റെ കയ്യടി വാങ്ങുക, കലാപരിപാടികളിൽ പങ്കെടുക്കുക, കരാറുകളിലും ഓട്ടോഗ്രാഫുകളിലും ഒപ്പിടുക, സെൽഫി എടുക്കുക. വലിയ രാജ്യമാണെങ്കിൽ രക്ഷാസമിതിയിൽ അംഗത്വത്തിന് ശുപാർശ ചോദിക്കുക, ചെറിയ രാജ്യമാണെങ്കിൽ കുറെ സഹായം കൊടുക്കുക. എന്താ ഒരു രസം! ജോയിന്റ് ഫാമിലി ആണല്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? പരമസുഖം. പ്ലെയിനിൽ കയറിയ ഉടനെ ഈ പൈലറ്റുമാരും എയർ ഹോസ്റ്റസ്മാരും ഓടിങ്ങി വരികയല്ലേ. കുടിക്കാൻ എന്താ വേണ്ടത്, കഴിക്കാൻ എന്താ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു സ്ഥിരം യാത്രക്കാരനാണല്ലോ. ബംഗാൾ, ബീഹാർ, ഒറീസ, മധ്യപ്രദേശ് കൂടാതെ അമേരിക്ക, പശ്ചിമ അമേരിക്ക, ജർമ്മനി, പശ്ചിമ ജർമ്മനി, ഗൾഫ്, പശ്ചിമ ഗൾഫ്, കുവൈറ്റില്ല എന്നീ ഇന്ത്യയിലുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പരിപാടികൾ നടത്തിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ആക്രമിച്ചു കീഴടക്കാൻ രാജ്യങ്ങളില്ലാതെ വരുമോ എന്ന് പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ആശങ്കപ്പെട്ട പോലെ നരേന്ദ്രമോദിയും ആശങ്കപ്പെടാൻ സാധ്യതയുണ്ട്. സന്ദർശിക്കാൻ രാജ്യങ്ങളില്ലാതെ വരുമോ എന്ന കാര്യം ആലോചിച്ച് മോദി ആലോചിക്കട്ടെ. ഞാനിവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഈ ഇന്ത്യൻ എയർലൈൻസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്നങ്ങ് പറഞ്ഞു. എന്ത് പറ്റി? അവർക്കും എനിക്കൊരു സ്വീകരണം തരുന്നു. ഈ കൊല്ലം ഇന്ത്യൻ എയർലൈൻസിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ. പക്ഷെ എനിക്ക് സ്വീകരണത്തിനൊക്കെ എവിടെയാ നേരം? വേണ്ടെന്ന് പറഞ്ഞു. ഇടവേള തീരും വരെ കാത്തിരുന്നാൽ ബാക്കി കൂടി കാണാം. കേരളത്തിലുണ്ടായ ആന്റണി ഇഫക്റ്റ് ഗ്രൂപ്പ് നേതാക്കളെ മാത്രമല്ല ബാധിച്ചത്. ഗ്രൂപ്പില്ലാ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് നേതാവ് VM സുധീരനും കിട്ടി ഒരു വക. മദ്യവിമുക്ത പ്രസ്ഥാനത്തിന്റെ മാർഗദർശിയായും ബാക്കി സമയം കിട്ടിയാൽ KPCC പ്രസിഡന്റായും പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം അടുത്തിടെ അല്പം ഓവറായിരുന്നു. കുടിച്ച് ലക്കുകെട്ടവരെക്കാൾ കഷ്ടമായി കുടിക്കാതെ ലക്കുകെട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. ബാർ അടച്ചതോടെ കേരളമാകെ മാറിപ്പോലും. മദ്യത്തിൻ്റെ ഉപയോഗം കുറഞ്ഞു എന്ന് മാത്രമല്ല, ഡൊമസ്റ്റിക് വയലൻസ് കാര്യമായി കുറവുണ്ടായി. ആക്സിഡൻസിൽ എന്നോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മറ്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റൽസ്, ഞാനത് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഈ 2 വീലർ ആക്സിഡൻസിൽ ഇത്രയേറെ കുറവുണ്ടായ ഒരു കാലം. കേരളത്തിലെ ആകെ ഉണ്ടായിരുന്ന പ്രശ്നം തുറന്നിരുന്ന ബാറുകളായിരുന്നുവെന്നും അത് അടച്ചതോടെ മധുര മനോജ്ഞ മലയാള രാജ്യമായി സംസ്ഥാനം പരിണമിച്ചു എന്നുമാണ് കവി ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ ഭാവന ചിറക് വിടർത്തുന്നത് കേട്ടുനോക്കുക. ആഭ്യന്തരമന്ത്രി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റ്, ഒരു അഡ്വക്കേറ്റ് സുരേഷ്, അരിമ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റാണ്. വെറുതെ ഇങ്ങനെ സംഭാഷണ മധ്യേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല ഞാനിങ്ങനെ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോണ്ടി വന്നിരുന്നു. എന്താ? അപ്പോൾ പോലീസുകാർ പറയുന്നു ഇപ്പോൾ വേറെ പണിയൊന്നും അവർക്കില്ല, അവർ സ്വന്തമായിട്ടിരിക്കുകയാണ്. സാർ, ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ എന്റെ ചേട്ടാ? ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല, പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ, ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം മറന്നു. പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. എന്താ പറയാൻ കാരണം? അല്ല, ഇപ്പോൾ 2 ബാർ അവിടെ ഉണ്ടായിരുന്നു, അത് ബാർ അടച്ചു കൂട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ഫ്രീ ആണ്. രണ്ടടി മുകളിൽ, രണ്ടടി താഴ്ത്ത്, ഒരടി തുടയിൽ. തുടയിൽ. റോമനക്കുട്ട,
അഞ്ചാമത്തടി ദുര്യോധന്റെ തൊടയിലടിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിൽ ചീത്ത കേൾപ്പിക്കും. ഞാനിതെന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് തൃശ്ശൂർ മേയറായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഒന്ന് തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. 6 പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം കയറിയിറങ്ങി. 6 പോലീസ് സ്റ്റേഷനിലും ഒരേപോലെ. പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞാടി മുളകരച്ച് വെച്ച മതി. കോട്ടമ്പള്ളി പറഞ്ഞേ. പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞ് വരൂ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചേരും. എന്തൊക്കെ ധൈര്യത്തുമുള്ളതാ. വൈകുന്നേരമാകുമ്പോൾ പോലീസുകാർ സാരഥിമേന ഫ്രീ ആയിരിക്കുന്ന ഒരവസ്ഥ. ആലുവയിൽ ഞാൻ ഗസ്റ്റ് ഹൗസിലുള്ള സമയത്ത് ഞാനവിടെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ അബ്ദുൽ മുത്തലിബുണ്ട്. അദ്ദേഹത്തോട് ആലുവ പോലീസ് സ്റ്റേഷനിലെ സ്ഥിതി അന്വേഷിക്കാൻ പറഞ്ഞു. അവിടെ SI പറഞ്ഞു, ആക്സിഡൻറ്റ് വളരെ കുറഞ്ഞിരിക്കുന്നു, കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കുടുംബശ്രീയിലെ പല പ്രവർത്തകരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ വീടുകളിലൊക്കെ പിന്നെ അവരുടെ ഗൃഹനാഥന്മാർ ജോലിക്ക് പോയി 600-700 രൂപ കൂലി കിട്ടിയാൽ വൈകുന്നേരമാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറും കൈയായിട്ട് മടങ്ങി വന്നു. വീട്ടിൽ അടിയാണ്, ഭാര്യയെ തല്ലുന്നു, മക്കളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു ആകപ്പാടെ ഒരു അരാജകമായ അവസ്ഥയാണ്. അത് മാറി അവർ വൈകുന്നേരം 6 മണിക്ക് മടങ്ങിയെത്തുന്നു, സമാധാനമാണ്, കുട്ടികൾ പഠിക്കുന്നു, അവർ TV കാണുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുടുംബശ്രീ പ്രവർത്തകരാണ് വീടുകളിൽ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ സാമ്പത്തിക നിലയിലുണ്ടായ മാറ്റം, സാമ്പത്തികമായി അവർക്കുണ്ടായിട്ടുള്ള മാറ്റം, പട്ടിണി പലയിടത്തും മാറി, അവർ ഉള്ള കാശൊക്കെ കൂലി കിട്ടുന്നതൊക്കെ അവിടെ വീട്ടിലെത്തുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേറെ സാമൂഹ്യമായ ഒരു മാറ്റമുണ്ടെന്ന് പൂർണ്ണ വിശ്വാസക്കാരാണ്. ഞാൻ ഉത്തമ ബോധ്യത്തിലാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട് പോലീസ് സ്റ്റേഷനുകൾ സാംസ്കാരിക കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഒരുങ്ങുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ ആദർശാചാര്യൻ, ഇതേ വിഷയത്തിൽ പറയുന്നത് കൂടി കേൾക്കുക. എടുത്തുചാടി ഒരു തീരുമാനമെടുക്കരുത്. കേരളത്തിൽ വന്നു പോകുന്ന ആൾക്കാർ നോക്കിയാൽ കാണുന്നത് കേരളത്തിലെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അച്ചടക്കമുള്ള ജനക്കൂട്ടം കാണുന്നത് എവിടെയാണ്? ഒറ്റ സ്ഥലത്ത് മാത്രമാണ്. ഈ കേരള സർക്കാർ ഇവിടെ ബാർ നിരോധിച്ചതോടുകൂടി അവിടുത്തെ ക്യൂ നീണ്ടു വന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. കാരണം 730 ബാർ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ പിന്നെ ബ്യൂറേസ് കോർപ്പറേഷനിലെ ക്യൂ കൂടും. അപ്പോൾ ക്യൂ കൂടുന്നതാണ് വാർത്ത. ഒരു പോലീസുകാരൻ്റെ സഹായമില്ല, ആവശ്യമില്ല. ഒരു പോലീസുകാരൻ്റെ ഒരു കോൺസ്റ്റബിൾ പോലും നിയന്ത്രിക്കാതെ തന്നെ അവിടെ കൂലിപ്പണിക്കാരനും ഫാക്ടറി പണിക്കാരനും NGOയും അധ്യാപകനും ഇടത്തരം കച്ചവടക്കാരനും എല്ലാം ക്യൂ നിന്ന് ക്യൂ തെറ്റിക്കാതെ സാധനം മേടിച്ച് കിട്ടുകൊണ്ട് പോകുന്നു. അതിൻ്റെ കൂടെ അടുത്ത കാലത്ത് ഒരു സർവേയിൽ വന്നിരിക്കുന്നത് കേരളത്തിൽ കുടുംബ ബാറുകൾ എണ്ണം 30% കൂടിയെന്നാണ്. കേരളത്തിലെ കുടുംബങ്ങൾ പലതും ബാറുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നാൽ ആ കുടുംബം ഒന്നടങ്കം നശിക്കത്തില്ലേ? ഏതായാലും ഡൽഹിയിൽ നിന്നുള്ള വരവ് ഗംഭീരമാക്കി AK ആന്റണി മടങ്ങുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 4ാം വാർഷിക സമ്മാനവും കൊടുത്ത ശേഷം പറയാനുള്ളത് പറഞ്ഞു തീരും മുമ്പേ ചർച്ച ആരംഭിക്കുന്ന കേരളത്തിൽ പറഞ്ഞ് 3 ദിവസം കാത്തിരുന്ന് തിരുത്തൽ പറഞ്ഞതിന് ശേഷം അപ്പോഴേക്കും നടക്കാവുന്ന വിഴുപ്പലക്കൽ ഒക്കെ നടന്നു കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയ ശേഷം ഞാനൊരു നിമിത്തം, ഒരു ഉപകരണം, ഒരു വെറും ബിനാമി. അതിന് വേറെ അർത്ഥമൊന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല. ആരെയും പ്രത്യേകം ഉദ്ദേശിച്ചിട്ടല്ല, വ്യക്തിപരമായ പരാമർശനമല്ല, ആരെയും ക്ഷീണിപ്പിക്കാനുമല്ല. അത് നിങ്ങൾ പറഞ്ഞു വേറെ ഒരുപാട് വ്യാഖ്യാനിക്കാം. ഒരു വ്യാഖ്യാനത്തിന് ആവശ്യമില്ല. നിങ്ങളുടെ അനുവാദം വാങ്ങി ഈ മണ്ണിൽ നിന്നും യാത്ര തിരിക്കട്ടെ. എന്തിനാകും ഇങ്ങനെ കൂനിന്മേൽ കുരുവുമായി ഇടയ്ക്കിടയ്ക്ക് AK ആന്റണി അവതരിക്കുന്നത്? ഉമ്മൻചാണ്ടിയും സെറ്റുമാണ് മുഖ്യമന്ത്രിയായിരുന്ന തനിക്കിട്ട് പാര പണിതെന്ന കാര്യം ഇപ്പോഴും അദ്ദേഹം ഓർത്തിരിക്കുന്നുണ്ടാകുമോ? പക്ഷെ നമുക്ക് അത്ര മറവിയുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ അത്ര മറവിയുള്ളവരാണോ? അങ്ങനെ ഓർമ്മക്കുറവിന്റെ രോഗമൊന്നും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടില്ല. ഇന്നത്തെ തിരുവാതിര അവസാനിപ്പിക്കുന്നത് ഒരു കോഴിക്കറി സദ്യയോടുകൂടിയാണ്. എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ. This is a song about my chicken curry. My chicken curry hot. 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 കഴിഞ്ഞ 4 വർഷക്കാലമായി ഞങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വഴിപാട് പോലെയാണ് ഞങ്ങൾ ഈ കോഴിവെപ്പ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മത്സരം സവാള
താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ ചെയ്തല്ലേ, പണി എടുക്കണോ? My chicken curry hot, I cook it in the pot. Yo, I make it with the rice and the roti one shot. I put in the chicken and then I put potato, 15 fresh chilies and then the tomato. ബഹുമാനപ്പെട്ട ജില്ലാ ഭരണാധികാരി, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഈ പരിപാടിയെ കൂടുതൽ കൊഴുപ്പേൽപ്പിച്ചിട്ടുണ്ട്. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പഠിച്ചിട്ടുള്ളൂ. പോഞ്ഞിക്കരെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിൽ ആരാ ചേരുവ ചേർത്ത്? ഞാനാ. അതെന്നെങ്ങനെ? And then I put the bean, I cut it really fine. It take me half an hour cause I take my time. They eat it, they complain. The chili so thick. I say koni lenga toilet paper in the fridge. Chicken curry hot. Chicken curry hot. Chicken curry, chicken curry, chicken curry hot. ഈ പരിപാടി അടുത്ത വർഷവും ഞങ്ങൾ തുടങ്ങുന്നതാണ്. മതസൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നത്. എന്താണോ തേയിലുള്ളിൽ കളിക്കാം? അതിട്ട് എന്താ അവിടെ ഒരു കോട്ട് പോയി ഇടാൻ പാടില്ലേ? കൂടുതൽ ഇളക്കല്ലേ? ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടാ താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ 2 കാല് അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു, അപ്പോൾ നീ പഠിക്കുള്ളൂ. Chicken curry hot. Chicken curry hot. Chicken curry, chicken curry, chicken curry hot. My chicken curry hot. I sell it at my shop. Yo, $4.50 in a takeaway box. നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറേ, ഞാൻ വിളമ്പാ. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ? 2 പേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തിക്കേട്ടോ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറുമ്പോ. Chicken curry hot. Chicken curry hot. Chicken curry, chicken curry, chicken curry hot. പാർട്ടിയിൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഒടുവിൽ കോൺഗ്രസിലെ ത്രിമൂർത്തികൾ യോഗം ചേർന്ന് കണ്ടെത്തി. അഥവാ പാർട്ടിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതായിരിക്കും. അതിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നാൽ മതി. അടുത്ത തിരുവാതിരയ്ക്കായി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. തിരുവാതിരയുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് .com-ലും യൂട്യൂബിലുമുണ്ട്. കാണുക.